ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അഡ്വക്കേറ്റ്സ്, പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇന്നോടെയുള്ള വൈസ് പ്രസിഡന്റ്, മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കോഗ്നിസൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ടു മജിസ്ട്രേറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്താണ് കോഗ്നിസൻസ് അല്ലെങ്കിൽ കോഗ്നൈസബിൾ, ഈ രണ്ട് വാക്കുകളെ പറ്റി എല്ലാവർക്കും സംശയമുണ്ട്. അത് ഇന്റർചേഞ്ചബിളി CRPC ഉപയോഗിക്കുന്നുണ്ട്. ഈ കോഗ്നൈസബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം CRPC എക്സ്പ്രസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. CRPC സെക്ഷൻ 2 പറഞ്ഞിട്ടുണ്ട്. കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കേസ് വേറെ പോലീസ് ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് എ വാറന്റ്. ബട്ട് അതും കോഗ്നിസൻസും ഒന്ന് തന്നെയാണോ? ഞാനും വക്കീലായിരുന്ന കാലത്ത് പലപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ്. പിന്നീട് ഈ ജോലിയിൽ കയറി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഒരു ക്ലിയർ പിക്ചർ മനസ്സിലായത്. കോഗ്നിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതി എപ്പോഴാണോ ഒരു കേസിന്റെ ഫാക്ട്സിലേക്ക് ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് കോടതി കോഗ്നിസൻസ് എടുത്തു എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കേസ് രണ്ട് രീതിയിൽ വരാം. ഒന്ന് പോലീസ് ചാർജ് ഫയൽ ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് വഴി ഫയൽ ചെയ്യാം. അപ്പൊ എപ്പോഴൊക്കെയാണ് ഈ സാഹചര്യത്തിൽ കോഗ്നിസൻസ് എടുക്കുന്നു അല്ലെങ്കിൽ കോടതി കോഗ്നിസൻസ് എടുക്കുന്നു എന്ന് പറയപ്പെടുന്നത്? ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ആദ്യം നമുക്ക് പോലീസ് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. ഒരു പോലീസ് റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ എത്തുന്നത് ആദ്യമേ ഒരു FISO അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റോ ഫയൽ ചെയ്തതിന് ശേഷം അത് പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാലാണ് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നത് 173(2) CRPC വെച്ച്. അപ്പോൾ ഈ കംപ്ലൈന്റ് ആദ്യത്തെ സിറ്റുവേഷൻ എടുക്കാം. ഒരാളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു, പോലീസ് അന്വേഷിക്കുന്നു, ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. ആ ഫൈനൽ റിപ്പോർട്ട് എപ്പോ കോടതിയുടെ മുന്നിൽ വന്ന് അതിന് CC നമ്പർ അല്ലെങ്കിൽ ST നമ്പർ പിടിച്ച് അതിനകത്ത് നമ്മൾ ഇന്ന ഒഫൻസുകൾക്ക് കോഗ്നിസൻസ് എടുത്തു എന്ന് പറയുമ്പോഴാണ് കോടതി കോഗ്നിസൻസ് എടുക്കുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ, ഇപ്പൊ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോടതിയിൽ പലപ്പോഴും എല്ലാവരും പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. 156(3) ഫോർവേഡ് ചെയ്യുന്ന പെറ്റീഷൻ. ആ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് വായിച്ചു നോക്കിയിട്ടാണ് ഒബ്വിയസ്ലി ഓർഡർ ചെയ്യുന്നത്. എങ്കിലും അപ്പോൾ കോഗ്നിസൻസ് എടുത്തു എന്ന് പറയാൻ സാധിക്കുമോ? ഒട്ടും പറയാൻ സാധിക്കില്ല. നമ്മൾ കോഗ്നിസൻസ് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്ത് പോലീസിന്റെ ഡൊമൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്റ്റേജിലാണ് പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ CC നമ്പർ പിടിക്കുക അല്ലെങ്കിൽ ST നമ്പർ പിടിച്ച് ഇന്ത്യൻ ഒഫൻസിന് കോഗ്നിസൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അതിന് കോഗ്നിസൻസ് എടുക്കുന്നു എന്ന് പറയുന്നത്. ഇനി അതേസമയം മിക്കവാറും കോടതികളിൽ ഇപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം മുമ്പ് വർക്ക് ചെയ്ത സ്റ്റേഷനിലുള്ള എല്ലാവർക്കും ഒരു സംശയമാണ്. പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു. പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന് ശേഷം 173(8) പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന് ശേഷം 173(8) പെറ്റീഷൻ, ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള പെറ്റീഷനൊക്കെ പലപ്പോഴും കൊണ്ടുവന്ന് കാണാറുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ എപ്പോഴാണ് കോഗ്നിസൻസ് എടുക്കുന്നത്? അത് പ്രൈവറ്റ് കംപ്ലൈന്റിൽ സോൺ സ്റ്റേറ്റ്മെന്റിന് കോടതി പോസ്റ്റ് ചെയ്യുന്ന നിമിഷം മുതൽ കോടതി കോഗ്നിസൻസ് എടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് ഒരു മാറ്റർ കോടതി സ്വീകരിക്കുമ്പോഴാണ്. ഇപ്പൊ ഒരാൾ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് പോലീസിനെ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കോടതി, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് കോടതിയുടെ ഡൊമൈനിലല്ല നിൽക്കുന്നത്. തീരുമാനിക്കുന്നത് പോലീസാണ്, അന്വേഷണം നടത്തുന്നത് പോലീസ്, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് പോലീസ്, ആരെയൊക്കെ പ്രതിയാണെന്ന് തീരുമാനിക്കുന്നത് ഒക്കെ പോലീസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ കോടതി കോഗ്നിസൻസ് എടുക്കുന്നില്ല. മറിച്ച് ഫൈനൽ റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത് കോഗ്നിസൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഈ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു ഡിസിഷൻ ഉണ്ട്, ബിജു പുരുഷോത്തമൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2008 3 KLT 185. ഈ ഡിസിഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് എപ്പോഴൊക്കെയാണ് മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് എന്തൊക്കെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ബിജു പുരുഷോത്തമന്റെ കേസിൽ ജസ്റ്റിസ് വി രാംകുമാറിന്റെ ഡിസിഷനാണ്. അത് വായിച്ചു നോക്കിയാൽ ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു പിക്ചർ കിട്ടും. ഞാൻ കൂടുതൽ വലിയൊരു
ക്ലാസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ എല്ലാവരും സ്ഥിരമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ഡൗട്ടുകൾ ഞാനതൊരു ചോദ്യ ഉത്തര രൂപേണയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ദ ഡിസ്കഷൻ മോർ ഫ്രൂട്ട്ഫുൾ. അപ്പൊ ഞാൻ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇഫ് ദ ഫൈനൽ റിപ്പോർട്ട് ഓഫ് ദ പോലീസ് അണ്ടർ സെക്ഷൻ 173 ഈസ് അക്സെപ്റ്റഡ് ആൻഡ് ദ അക്യൂസ്ഡ് പേഴ്സൺസ് ആർ ഡിസ്ചാർജ്ഡ്, ഡസ് ദ മജിസ്ട്രേറ്റ് ഹാസ് ദ പവർ ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദ ഒഫൻസ് ഓൺ എ കംപ്ലൈന്റ് ഓർ പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ? അതായത് പോലീസ് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ റെഫർ ചാർജ് ഫയൽ ചെയ്യുന്നു. റെഫർ ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം ആ റെഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തു കോടതി, റെഫർ ചാർജ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നു. അതിനുശേഷം കോടതിക്ക് വീണ്ടും ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒറിജിനൽ കംപ്ലൈന്റിലേക്ക് കോഗ്നിസൻസ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒബ്വിയസ്ലി അതിന് പറ്റുമെന്നാണ് ഉത്തരം. അതിൽ വായിക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ ഡിസിഷനാണ് സുനൈദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 2023 KHC 6810. അതെന്താണ് അതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോടതിയുടെ മുന്നിൽ ഫൈനൽ റിപ്പോർട്ട് വന്നു, ഫൈനൽ റിപ്പോർട്ടിൽ കോടതി അക്സെപ്റ്റ് ചെയ്തു. എന്നിരുന്നാൽ പോലും കോടതിക്ക് പ്രൊട്ടസ്റ്റ് പെറ്റീഷനിൽ അല്ലെങ്കിൽ ഒറിജിനൽ കംപ്ലൈന്റിലേക്ക് കോടതിക്ക് ഫാൾ ബാക്ക് ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സമില്ല. പക്ഷെ അപ്പോഴും ഒരു സാഹചര്യമുണ്ട്. ഈ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു, റെഫർ ചാർജ് വന്നു, അപ്പൊ അതിനുശേഷം പ്രൊട്ടസ്റ്റ് വരുമ്പോൾ ആ ആദ്യം ഫയൽ ചെയ്ത അതേ കംപ്ലൈന്റ് തന്നെ കൊണ്ടുവരാറാണ് പതിവ് എല്ലാവരും. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒറിജിനൽ കംപ്ലൈന്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താതെ പകരം പോലീസ് റിപ്പോർട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഫോർ എക്സാമ്പിൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആവാം, ഫാൾസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പോലീസ് സാഹചര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറല്ല, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് ആ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഫാൾസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി പ്രൊട്ടസ്റ്റ് പെറ്റീഷനിലെ അവർമെന്റുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ റെഫർ ചാർജ് ഫയൽ ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പിന്നീട് ആ തുടർ നടപടികളൊന്നും ഇല്ലാതാവുന്നില്ല. പിന്നുള്ളൊരു ചോദ്യം, ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ എന്താണ് പ്രൊസീജിയർ? അതായത് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് എല്ലാവർക്കും അറിയാം, പോലീസ് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ റെഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം, റെഫർ റിപ്പോർട്ടിനെയാണ് റെഫർ ചാർജ് അല്ലെങ്കിൽ റെഫർ ചാർജ് എന്ന് പറയുന്നത്. അത് ഫയൽ ചെയ്തതിന് ശേഷം പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ഡിഫാക്ടോ കംപ്ലൈനന്റ്. എന്താണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ? പലപ്പോഴും എനിക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലായിരുന്നു ഈ ടോപ്പിക്കിനെ പറ്റി. പിന്നെ ഞാനും കുറെ റിസർച്ച് ചെയ്ത് പലരോടും ചോദിച്ച്, ഇതിന്റെ ഒരു ക്ലാസിക് ഡിസിഷൻ ഉണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ, പരമേശ്വരൻ നായർ വേഴ്സസ് സുരേന്ദ്രൻ എന്നാണ് പേര്, 2009 1 KLT 794. ആ കേസാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹൈക്കോടതി ഇതിനു ശേഷം പറഞ്ഞിട്ടുള്ള എല്ലാ ജഡ്ജ്മെന്റുകളിലും ഫോളോ ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം സാധാരണഗതിയിൽ ഡിഫാക്ടോ കംപ്ലൈന്റിൽ നമ്മളൊരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് ആദ്യം ഫയൽ ചെയ്യേണ്ടത് ഒബ്ജക്ഷനാണ്. പക്ഷെ സാധാരണഗതിയിൽ എന്താ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഡിഫാക്ടോ കംപ്ലൈന്റ് അപ്പം തന്നെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ആയിട്ട് വരും. അത് പിന്നീട് ഭാവിയിലേക്ക് നിയമതടസ്സം ഉണ്ടാവും. കാര്യം ഇപ്പോ ആ ഒറിജിനൽ റെഫർ ചാർജിൽ നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കാതെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ കോഗ്നിസൻസ് എടുത്തു കഴിയുമ്പോൾ പ്രതിഭാഗം ഹൈക്കോടതിയിലെ കൊണ്ട് ക്വാഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പെറ്റീഷൻ ഇടും. അതായത് ഒറിജിനൽ റെഫർ ചാർജിന്റെ പുറത്ത് കോടതി ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഒരു റെഫർ ചാർജ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്ഷൻ ആണ് ഫയൽ ചെയ്യേണ്ടത്. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പൊ പോലീസ് കുറെ ഫൈൻഡിങ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫൈൻഡിങ്സ് നിരാകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒബ്ജക്ഷൻസിൽ വന്ന് റെഫർ ചാർജ് കോടതിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കാതെ റെഫർ ചാർജ് നോട്ട് അക്സെപ്റ്റഡ് എന്നുള്ള ഓർഡറിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ 2009 1 KLT 794 ഡിസിഷനിലെ 18ഉം 19ഉം പാരാഗ്രാഫുകളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പൊസിഷനെ പറ്റി ഏറെക്കുറെ വളരെ ക്ലിയർ ആവും.
പിന്നെ മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഞാനിപ്പോ ഇത്രയും പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ചെയ്യുന്ന പ്രൊസീജിയർ പറഞ്ഞു. ഇനിയിപ്പോ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അപ്പോൾ പോലീസ് ആദ്യം ഫയൽ ചെയ്യുന്ന റെഫർ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതായത് നെഗറ്റീവ് റിപ്പോർട്ട്, അതിന്റെ കണ്ടന്റ്സിലേക്ക് കോടതിക്ക് നോക്കാൻ ആയിട്ടുള്ള അധികാരമുണ്ടോ, അല്ലെങ്കിൽ നോക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാര്യം ഓൾറെഡി പോലീസ് പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന കേസ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, അല്ലെങ്കിൽ ഇതൊരു സിവിൽ നേച്ചർ ആവാം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പോലീസ് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിനുശേഷം കോടതിയിൽ ഒബ്ജക്ഷനൊക്കെ ഫയൽ ചെയ്ത് ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. എന്നിട്ട് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിൽ കോഗ്നിസൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് കോടതി ആ റെഫർ ചാർജിന്റെ കണ്ടന്റ്സിലേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ 2 ഡിസിഷനുകളുണ്ട്. ആ ഡിസിഷനുകളെല്ലാം പറയുന്നത് ആ സാഹചര്യങ്ങളിൽ കോർട്ട് ഈസ് ബൗണ്ട് ടു കൺസിഡർ ദ അവർമെന്റ്സ് മെയ്ഡ് ബൈ ദ പോലീസ് ഇൻ ദ റെഫർ ചാർജ് എന്നാണ്. ആശിഷ് വേഴ്സസ് ബിന്നിയാണ് ഒരു കേസ്, 2024 KHC 1063. മറ്റൊരു കേസ് സുഹറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2015 4 KHC 669. ആ കേസിൽ എന്ത് സംഭവിച്ചു, ഈ സുഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ മകൻ മരണപ്പെട്ടു. അപ്പോൾ അതിനെതിരെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കേസ് എടുത്തു. മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കേസ് എടുത്തപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് നെഗ്ലിജൻസ് ഒന്നുമില്ല, ഫാൾസ് ആണ്, അല്ലെങ്കിൽ ഇത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞത് റെഫർ ചാർജ് കൊടുത്തു. അതിനുശേഷം പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, മജിസ്ട്രേറ്റ് സമൻസ് ഇഷ്യൂ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിനെതിരെ പ്രതിഭാഗം ഹൈക്കോടതിയിൽ ആ സമൻസ് ഇഷ്യൂ ചെയ്ത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ പോയി. അപ്പൊ ആ കേസിനകത്താണ് ഹൈക്കോടതി പറഞ്ഞത് ഡിഫാക്ടോ കംപ്ലൈനന്റ് പോലീസ് റിപ്പോർട്ടിലുള്ള ഫൈൻഡിങ്സ് ഫാൾസിഫൈ ചെയ്യുന്ന മറ്റ് ഇൻഡിപെൻഡന്റ് എവിഡൻസും കൂടി ഹാജരാക്കണം. കാര്യം ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ച് ഈ പറയുന്ന അവർമെന്റ്സ് ഫാൾസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനെ ಖಂಡಿക്കാനുള്ള എന്തെങ്കിലും രേഖകളോ തെളിവുകളോ അല്ലെങ്കിൽ ഒരു അനാലിസിസോ നമുക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റെഫർ ചാർജിലെ ഫൈൻഡിങ്സ് ഫാൾസിഫൈ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എവിഡൻസോ അല്ലെങ്കിൽ അതനുസരിച്ച് സാക്ഷികളെ വിസ്തരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ഫയൽ ചെയ്യാം. പിന്നെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പവറിനെ പറ്റി. അതായത് ഞാനിപ്പോ 2-3 കേസുകളിൽ ഞാൻ കണ്ടു, പിന്നെ എനിക്ക് മുമ്പ് വർക്ക് ചെയ്ത സ്റ്റേഷനിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കേസുകൾ എപ്പോഴും പോലീസ് അന്വേഷിച്ചാൽ തന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് ഒരു അന്വേഷണം നടക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചീറ്റിംഗ്, പല സ്ഥലത്ത് പോയി എവിഡൻസ് കളക്ട് ചെയ്യേണ്ട കേസുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെർച്ച് വാറന്റ് ചെയ്യേണ്ട കേസ് ഉണ്ടാവും. അതൊന്നും ഒരിക്കലും സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിനൊരു ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ എപ്പോഴും പോലീസ് തന്നെ അന്വേഷിക്കണം. സപ്പോസ് ഇപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് അത് റെഫർ ചെയ്തു, അതിനകത്തൊരു റെഫർ ചാർജ് ഫയൽ ചെയ്തു, അതൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഫയൽ ചെയ്തു. പിന്നെ കണ്ടുവരുന്നത് അപ്പൊ തന്നെ ഈ പോലീസ് റെഫർ ചാർജ് ഫയൽ ചെയ്ത ഉടനെ തന്നെ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് വരാറാണ് പതിവ്. ശരിക്കും ഡിഫാക്ടോ കംപ്ലൈന്റ് ഇത് കൂടാതെ ബെറ്റർ ആയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഡിഫാക്ടോ കംപ്ലൈന്റിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സീക്ക് ചെയ്യാം. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റെഫർ ചാർജ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നടപടി അവിടെ തീരുന്നില്ല, പിന്നെ കോടതിക്ക് വേണമെങ്കിൽ ഒറിജിനൽ കംപ്ലൈന്റിലേക്ക് ഫാൾ ബാക്ക് ചെയ്യാം. പക്ഷെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള കേസുകളിൽ പിന്നെ ആ പ്രൈവറ്റ് കംപ്ലൈന്റിൽ മൊഴി എടുത്തു പോകുന്നത് ഒരിക്കലും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കില്ല. മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പരാതിക്കാരന് നീതി കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള പെറ്റീഷൻ ഇട്ടിട്ട് ഈ ഇന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന ആംഗിളുകളിൽ അന്വേഷണം പോയിട്ടില്ല, ഇത്ര സാക്ഷികളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, എക്സ്പെർട്ട് കമ്പാരിസൺ നടത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് പെറ്റീഷൻ ഇടുകയാണെങ്കിൽ അതായിരിക്കും ആ സാഹചര്യത്തിൽ ആ പർട്ടിക്കുലർ കേസിന്റെ ഫാക്ട്സ് വെച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടി. ഇപ്പൊ സപ്പോസ് പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, റെഫർ ചാർജ് ഫയൽ ചെയ്യുന്നതിന് ശേഷം പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണോ? പലപ്പോഴും 173(8) വഴി പെറ്റീഷൻ ഇടാറുണ്ട്. 173(8) CRPC, അതായത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ഇതിന് ശേഷം പോലീസിന് അന്വേഷിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് 173(8) CRPC ആണ്. ആ സാഹചര്യത്തിൽ റെഫർ ചാർജ് ഫയൽ ചെയ്തു, അതിനുശേഷം പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അതിനുശേഷമാണ് ഡിഫാക്ടോ കംപ്ലൈന്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷന്
പെറ്റീഷൻ എടുക്കുക. അത് 173(8) അടിയിലാണ് മിക്കവാറും ഇട്ട് കണ്ടുവരുന്നത്. അത് സാധിക്കുമോ? അങ്ങനെ ഒരു പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണോ? അങ്ങനെ ഒരു പെറ്റീഷൻ മെയിൻറ്റൈനബിൾ അല്ല. ബിക്കോസ് 173(8) പ്രത്യേകം പറയുന്നുണ്ട് ഈ ഞാനൊന്ന് വായിക്കാം. 173(8) പറയുന്നത് ഇങ്ങനെയാണ്: നത്തിങ് ഇൻ ദിസ് ഷാൽ ബി ഡീംഡ് ടു പ്രിക്ലൂഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഒഫൻസ് ആഫ്റ്റർ എ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ഹാസ് ബീൻ ഫോർവേഡഡ് ടു ദ മജിസ്ട്രേറ്റ്. അതായത് 173(2) അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും പോലീസ് ചാർജ് ഷീറ്റ് പോസിറ്റീവായിട്ടുള്ള ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ റെഫർ ചാർജ് ഫയൽ ചെയ്ത് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിൽ കോഗ്നിസൻസും എടുത്തു. കോഗ്നിസൻസ് എടുത്തതിന് ശേഷം 173(8) അടിയിലുള്ള പെറ്റീഷൻസ് മെയിൻറ്റൈനബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള പെറ്റീഷൻസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 156(3) അടിയിലെ പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണോ? ഒട്ടുമല്ല. 156(3) എന്ന് പറയുന്നത് പ്രീ കോഗ്നിസൻസ് സ്റ്റേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് അടുത്ത് കിട്ടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കോഗ്നിസൻസ് എടുത്തു, പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു, കോഗ്നിസൻസ് എടുത്തിട്ടില്ല. പോലീസ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ അതിനകത്ത് കോഗ്നിസൻസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 156(3) എന്ന് പറയുന്നത് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണ്. അപ്പോൾ റെഫർ ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിൽ കോഗ്നിസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുറകോട്ട്, അതായത് പ്രീ കോഗ്നിസൻസ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സപ്പോസ് പോലീസ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു, ഒരു ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു, 420 അലജ് ചെയ്ത് ഒരു ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിനുശേഷം ഡിഫാക്ടോ കംപ്ലൈന്റ് ഒരു പെറ്റീഷൻ മൂവ് ചെയ്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞു. ഡിഫാക്ടോ കംപ്ലൈന്റ് പറയുന്നു അതിനകത്ത് ഈ പറയുന്ന പ്രതികളല്ല, അതിൽ കൂടുതൽ പ്രതികളുണ്ട്, അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒഫൻസുകൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം പോലീസ് ഒരു സപ്ലിമെന്ററി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. നമുക്കിവിടെ കാണാം, പലപ്പോഴും ഒരു കേസ് 2012-13 ഫയൽ ചെയ്തിട്ട് റിപ്പോർട്ടൊക്കെ വരുന്നത് ഇപ്പോഴാണ്. അപ്പൊ ആ കേസ് നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ചാർജ് ഷീറ്റ് തന്ന 5 പ്രതികളുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തേൽ ചിലപ്പോൾ 3 പ്രതികൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തേൽ ആഡ് ചെയ്ത ഓഫൻസ് രണ്ടാമത്തേൽ വരണമെന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട പ്രൊസീജിയർ എന്ന്? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കോടതി 2 റിപ്പോർട്ടുകൾ, അതായത് ആദ്യം ഫയൽ ചെയ്ത റിപ്പോർട്ടും രണ്ടാമത് ഫയൽ ചെയ്ത റിപ്പോർട്ടും മ്യൂച്വലായിട്ട് കൺസിഡർ ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യത്തെ ചാർജ് ഷീറ്റിൽ ഒരു 5 പ്രതികളുണ്ട്, രണ്ടാമത്തെ ചാർജ് ഷീറ്റിൽ അത് 3 പ്രതികളായി ചുരുങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ബാക്കി 2 പേരെ പറ്റി രണ്ടാമത്തെ റിപ്പോർട്ടിൽ യാതൊരു പരാമർശമില്ല. ഈ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫയൽ ചെയ്ത ചാർജ് ഷീറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അത് രണ്ടും കൂടി വളരെ ഹാർമോണിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ എല്ലാ വിധികളിലും പറയുന്നത്. ആ സാഹചര്യത്തിൽ ശരിക്കും ചെയ്യേണ്ടത് 2 റിപ്പോർട്ടുകളും കോടതി പരിശോധിച്ച് ആർക്കൊക്കെയാണോ ഈ കേസിനകത്ത് ആർക്കെതിരെയൊക്കെയാണ് തെളിവുണ്ട് എന്ന് പറയുന്നത് അവർക്കെതിരെ മാത്രം പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പീക്കിംഗ് ഓർഡർ എഴുതുക. പലപ്പോഴും തിരക്കുകൾ കാരണം ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ ബാക്കി ചെയ്യേണ്ടത് അഡ്വക്കേറ്റ്സ് ആണ്. അപ്പോൾ 2 റിപ്പോർട്ടുകളും വാങ്ങി പരിശോധിച്ച് നോക്കിയിട്ട് ഇപ്പൊ ആദ്യത്തെ ചാർജ് ഷീറ്റിൽ ഇല്ലാത്ത ഒരാളുടെ പേരില്, ആദ്യത്തെ ചാർജ് ഷീറ്റിൽ ഉള്ള ഒരാളുടെ പേരിൽ രണ്ടാമത്തെ ചാർജ് ഷീറ്റിൽ അയാളുടെ പേരില്ല, അയാളെ ഒഴിവാക്കി എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും ഡിസ്ചാർജ് പെറ്റീഷൻ നിലനിൽക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ കോടതി ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം, പലപ്പോഴും ഇങ്ങനെ കേസുകളിൽ പോലീസ് ഒഴിവാക്കിയ കേസുകളിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അൺനെസസറി ഒരാൾ ഈ കോടതിയുടെ ഈ പ്രോസസ്സിലേക്ക് വന്ന് കയറുകയാണ്. ഇത്രയും ഡിലേയിൽ അയാൾ ഈ കോടതിയിൽ വന്ന് ഇത്രയും കാലം അയാളുടെ ടൈമും വേസ്റ്റ്, മണിയൊക്കെ വേസ്റ്റ് ചെയ്ത് നിൽക്കുക. അതിന്റെ ആവശ്യമില്ല. ഡിസ്ചാർജിനുള്ള സ്കോപ്പ് പലപ്പോഴും വളരെ റൈസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ 2 റിപ്പോർട്ടും പരിശോധിച്ച് ഡിസ്ചാർജിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ആ 2 റിപ്പോർട്ടും ഹാർമോണിയസ്ലി കൺസിഡർ ചെയ്തിട്ട് കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഈ പൊസിഷൻ വളരെ ക്ലിയർ ആക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ക്ലാസിക് ഡിസിഷൻ ഉണ്ട്, വിനയ് ത്യാഗി വേഴ്സസ് ഇർഷാദ് എന്നാണ് ഡിസിഷന്റെ പേര്. 2013 5 SCC 762.
2013 5 SCC 762 വിനയ് ത്യാഗി വേഴ്സസ് ഇർഷാദ് അലി. ഇതുവരെയുള്ള എല്ലാ സെറ്റിൽഡ് പൊസിഷനുകളും കൺസിഡർ ചെയ്ത സുപ്രീം കോടതിയുടെ ഡിസിഷനാണ്. അപ്പൊ 2 റിപ്പോർട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഈ ഡിസിഷൻ ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. ഇതിപ്പോ ഒരു സാഹചര്യം പറയാം, ഒരു ആദ്യത്തെ ചാർജ് ഷീറ്റിൽ പോലീസർ ഫയൽ ചെയ്തു, ആള് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സപ്ലിമെന്ററി റിപ്പോർട്ട് ഫയൽ ചെയ്തു, അയാൾ കുറ്റക്കാരനല്ല, ഓർമെന്റ്സ് ഫാൾസാന്ന് പറയുന്നു. അതായത് ഒരേ പ്രതിക്കെതിരെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള 2 റിപ്പോർട്ടുകൾ കോടതിയുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും റിപ്പോർട്ടിൽ അയാൾ കുറ്റക്കാരനാന്ന് പറഞ്ഞല്ലോ, രണ്ടാമത്തേതിൽ അയാൾ കുറ്റക്കാരനല്ല എന്നും പറഞ്ഞു. ഇതിൽ ഏത് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു സംശയം വരും. അപ്പോഴാണ് ഈ ഡിസിഷനിൽ പറഞ്ഞ പോലെ നമ്മൾ 2 റിപ്പോർട്ടും ഹാർമോണിയസ്ലി കൺസിഡർ ചെയ്യണം. ഈ സാഹചര്യത്തിൽ ഡിസ്ചാർജ് പെറ്റീഷൻ വെരി വെൽ മെയിൻറ്റൈനബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിസ്ചാർജ് പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആയ സാഹചര്യത്തിൽ അത് കൺസിഡർ ചെയ്യാം. പിന്നെ ബാക്കി ഞാൻ 1-2 പ്രൊസീജിയർ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അത് ട്രയലിലേക്ക് പോയി. ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാക്ഷികളുടെ പോലീസ് റെക്കോർഡ് ചെയ്ത അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അവരോട് കൺഫ്രണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. During the trial of a protest complaint, whether witnesses can be confronted with their prior statements given to the police. പറ്റും, സംശയമൊന്നുമില്ല. കാരണം 162 CRPC പ്രകാരം ഈ പോലീസിന്റെ ആ സമയത്ത് കൊടുത്ത അൺസൈൻഡ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് കോൺട്രഡിക്ഷന് വേണ്ടി നിർബന്ധമായി നമുക്ക് ഉപയോഗിക്കാം, യാതൊരു തർക്കമില്ല. അതിന്റെ ഡിസിഷൻ 1981 ക്രിമിനൽ ലോ ജേർണൽ 563, 1981 ക്രിമിനൽ ലോ ജേർണൽ 563, നാരായണൻ വേഴ്സസ് കൃഷ്ണൻ. ഇപ്പൊ നമ്മൾ കോഗ്നിസൻസിനെയും കംപ്ലൈന്റ് എങ്ങനെയൊക്കെ കോഗ്നിസൻസ് എടുക്കുന്നു, പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റിന്റെ പല ആസ്പെക്ട്സും പറഞ്ഞു. ഇനി മറ്റൊരു സാഹചര്യം നമുക്ക് കൺസിഡർ ചെയ്യാം. പലപ്പോഴും പല ഒഫൻസുകളും കോഗ്നിസബിൾ ഓൺലി ഓൺ പോലീസ് റിപ്പോർട്ട്, പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 494 IPC ബൈഗമി അല്ലെങ്കിൽ ഡിഫമേഷൻ, ഇതെല്ലാം ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിൽ മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പെറ്റീഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോ മജിസ്ട്രേറ്റ് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഇത് ഫോർവേഡ് ചെയ്തെന്ന് വരാം. 494 IPC ഫോർവേഡ് ചെയ്തെന്ന് വിചാരിക്കുക, പോലീസിനോട് അന്വേഷിക്കാൻ ഫോർവേഡ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ പോലീസ് റിപ്പോർട്ടിന് എന്തെങ്കിലും നിയമ സാധ്യതയുണ്ടോ, അതോ മജിസ്ട്രേറ്റിന്റെ ആക്ഷൻ മുഴുവനായിട്ടും ഇല്ലീഗലാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു അമൽ ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ക്രിമിനൽ MC 4549/2024 ആ കേസിലുണ്ടായി. ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭാര്യ ഭർത്താവിനെതിരെ ബൈഗമിക്ക് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. കോടതി ഇത് ശ്രദ്ധിക്കാതെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഒഫൻസുകൾ നമ്മുടെ CRPCയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കോഗ്നിസബിൾ ഓൺലി ഓൺ എ പ്രൈവറ്റ് കംപ്ലൈന്റ്. അപ്പോൾ അടുത്ത ചോദ്യം കോഗ്നിസൻസിന്റെ ചോദ്യം വന്നു. എപ്പോഴാണ് കോഗ്നിസൻസ് എടുക്കുക, കോഗ്നിസൻസ് എടുക്കുക ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് വന്നാല്? ആർക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ഇത് കോഗ്നിസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ ഫയൽ ചെയ്ത് സാക്ഷികളൊക്കെ വിസ്തരിച്ച് കേസസ് ടേക്കൺ ഓൺ ഫയൽ ആസ് ST so and so അല്ലെങ്കിൽ CC so and so ഫോർ ദ ഒഫൻസസ് അണ്ടർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ സമൺസ് ടു അക്യൂസ് എന്ന് പറയുമ്പോഴാണ് പ്രൈവറ്റ് കംപ്ലൈന്റിൽ കോഗ്നിസൻസ് എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ എടുക്കേണ്ട ഒരു കേസിനകത്ത് കോടതി അത് ശ്രദ്ധിക്കാതെ 156(3) ഫോർവേഡ് ചെയ്തെന്ന് വിചാരിക്കുക. എന്താണ് ആ റിപ്പോർട്ടിന്റെ നിയമസാധുത? ആ ഓർഡർ തീർത്തും ഇല്ലീഗലാണോ? ലീഗലല്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഒഫൻസുകൾ കോഗ്നിസബിൾ ഓൺലി ഓൺ എ പ്രൈവറ്റ് കംപ്ലൈന്റ്, അതായത് കോഗ്നിസൻസ് ആണ് പ്രൈവറ്റ് കംപ്ലൈന്റിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. 156(3) ഫോർവേഡ് ചെയ്യുന്നത് ഒരിക്കലും കോഗ്നിസൻസ് അല്ല, അത് പ്രീ കോഗ്നിസൻസ് സ്റ്റേജ് ആണ്. അപ്പൊ ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു നിയമപരമായ തെറ്റുമില്ല. പക്ഷെ എപ്പോഴും ഉചിതം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശ്രദ്ധയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തുക, അത് സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോകേണ്ട കേസാണെന്ന് പറയുക. അല്ലാത്ത രീതിയിൽ ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് നമുക്ക് കോടതിക്ക് കേസ് എടുക്കാൻ സാധിക്കില്ല. എപ്പോഴും പ്രൈവറ്റ് കംപ്ലൈന്റിലേക്ക് തന്നെ വീണ്ടും സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വീണ്ടും പോകേണ്ടി വരും. അപ്പൊ അതായത് അങ്ങനെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി സമയം അനാവശ്യമായിട്ട് പോകും. ചിലപ്പോൾ സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ തീർന്നു പോകേണ്ട കേസാണെങ്കിൽ അങ്ങനെ പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും IPCയിൽ പറയുന്ന ഒഫൻസുകളെല്ലാം പോലീസ് റിപ്പോർട്ടിന്മേൽ കോഗ്നിസൻസ് എടുക്കുന്ന കേസുകളാണ്.
ചില ഒഫൻസുകൾ പ്രൈവറ്റ് കംപ്ലൈന്റിൽ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുന്ന കേസുകളുണ്ട്. ഉദാഹരണം 494 IPC, 499 IPC. ഡിഫമേഷൻ നമുക്കറിയാം പ്രൈവറ്റ് കംപ്ലൈന്റിൽ മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ സാധിക്കൂ. ബൈഗമി അതുപോലെ തന്നെ കോഗ്നിസൻസ് എടുക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ഒഫൻസുകളുണ്ട്. സപ്പോസ് ഒരു പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം 498 ഐക്കും 494 IPCക്കും. 498 IPC നമുക്കറിയാം കോഗ്നൈസബിൾ ഓൺ പോലീസ് റിപ്പോർട്ടാണ്. പോലീസ് ചാർജ് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കത് കേസസ് ടേക്കൺ ഓൺ CC ആയിട്ട് എടുക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ 494 എന്നുള്ള ഒഫൻസ് കൂടി വരികയാണെന്ന് വിചാരിക്കുക. ആ സാഹചര്യങ്ങളിൽ നമുക്ക് പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അതോ 494-ന് പ്രതിയെ ഡിസ്ചാർജ് ചെയ്യണോ? ഡിസ്ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഓൺ ദ പോയിന്റ് ഡിസിഷനാണ് സുപ്രീം കോടതിയുടെ 2012 6 SCC 353, 2012 6 SCC 353 ഉഷാബൻ വേഴ്സസ് കിഷോർ ബായ്. ആ കേസിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ ഫാക്ട്സ് ആണ്. 494-ഉം 498-യും അലജ് ചെയ്തുകൊണ്ട് കോടതിക്ക് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ആ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. പോലീസ് ഈ രണ്ട് ഒഫൻസിനും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അപ്പോൾ ഒരു തർക്കം വന്നത് 494 പ്രൈവറ്റ് കംപ്ലൈന്റിൽ മാത്രമല്ലേ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ, കോടതിക്ക് ചാർജിൽ എടുക്കാൻ പറ്റില്ല എന്നൊരു തർക്കം വന്നു. അത് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ പോലും കോടതിക്ക് പല ഒഫൻസുകളിൽ ഒരെണ്ണം കോഗ്നൈസബിൾ ഓൺലി ഓൺ പ്രൈവറ്റ് കംപ്ലൈന്റ് ആണെങ്കിൽ പോലും കോടതിക്ക് പോലീസ് റിപ്പോർട്ടിൽ കോഗ്നിസൻസ് എടുക്കാം. ഈ ഡിസിഷൻ വായിച്ചു കഴിഞ്ഞാൽ ആ പൊസിഷൻ വെച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ഇപ്പോൾ ഒരു പോലീസ് ഓഫീഷ്യലിനെതിരെ ഹരാസ്മെന്റ് അലജിയിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആ കംപ്ലൈന്റ് നമുക്ക് പോലീസിന് തന്നെ ഫോർവേഡ് ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമുണ്ടോ? 156(3) പോലീസിനെതിരെ തന്നെ പറയാണ്. ഇപ്പൊ ഒരു പ്രതി വന്നിട്ട് പറയാണ് അയാളെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു, അല്ലെങ്കിൽ അയാളെ ഈ പറയുന്ന സമയത്തും അല്ല അറസ്റ്റ് ചെയ്ത്, അതിന് 2 ദിവസം മുന്നേ അയാളെ അറസ്റ്റ് ചെയ്തു, അയാൾ റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് പോലീസിലേക്ക് തന്നെ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുമോ? ഫോർവേഡ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല. 156(3) ഫോർവേഡ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല. പക്ഷെ അത് ഉചിതമല്ല. എന്ന് പറഞ്ഞാൽ കള്ളന്റെ തന്നെ വടി കൊടുക്കുന്നതിന് തുല്യമാവും. പോലീസിനെതിരെ അന്വേഷിച്ച് ഒരിക്കലും ചാർജ് ഷീറ്റ് കൊടുക്കുമെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഉചിത കാര്യത്തിൽ സോൺസ്റ്റേറ്റിന്റെ അടുത്ത് പോകാന്നുള്ള. ഇനി മറ്റൊരു സാഹചര്യം പറയട്ടെ. അത് സപ്പോസ് മജിസ്ട്രേറ്റ് അത് സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്തു, പ്രതിയുടെ മറ്റു സാക്ഷികളുടെയൊക്കെ സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഈ 202 എൻക്വയറിയുടെ ഭാഗമായിട്ട് നമുക്കത് പോലീസിലേക്ക് വിടാൻ സാധിക്കുമോ? സാധിക്കില്ല. ബാർ ഉള്ളത് 202 എൻക്വയറിക്ക് മാത്രമാണ്. അപ്പോൾ അത് നമ്മുടെ റൂൾ 26 ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ 202 എൻക്വയറി വരുമ്പോൾ അത് പോലീസിന് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ അതേസമയം അന്വേഷിക്കാനായിട്ട് പോലീസിനോട് നിർദ്ദേശിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല. അതും 156(3). ഞാൻ നേരത്തെ പറഞ്ഞു ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പോയിന്റിനെ പറ്റി. അപ്പൊ അതിനകത്തുണ്ടാകുന്ന ഒരു സംശയം, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷന് സാധിക്കുമെന്നുള്ളതാണ്. പൊസിഷനൊക്കെ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതും യാതൊരു തർക്കമില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ചാർജ് ഫ്രെയിം ചെയ്യുന്നത് വരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പെറ്റീഷൻ ഇടാം. അത് നേരത്തെ പറഞ്ഞ ഡിസിഷൻ തന്നെയാണ്. വിനയ് ത്യാഗി വേഴ്സസ് ഇർഷാദ് അലി. എല്ലാ പൊസിഷനുകളും സെറ്റിൽ ആയിട്ടുള്ള ഡിസിഷനാണ്. മറ്റൊരു സംശയം നമുക്ക് വരാം. ഇപ്പോൾ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു, ഡിഫാക്ടോ കംപ്ലൈന്റ് വന്നിട്ട് പറയുന്നത് ഇതിൽ അന്വേഷണം ഒന്നും ശരിയല്ല, പോലീസ് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം അട്ടിമറിച്ചു, അല്ലെങ്കിൽ തീർത്തും കളവായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റാണ് ഫയൽ ചെയ്തതെന്ന് പറയുന്നത്. അതായത് അവരാവശ്യപ്പെടുന്നത് വീണ്ടും തുടരന്വേഷണം അല്ല, പുനരന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പെറ്റീഷൻ മജിസ്ട്രേറ്റിന് എന്റർടൈൻ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. മജിസ്ട്രേറ്റിന് ഒരിക്കലും റീഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡിനോവോ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അത് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന് മാത്രമേ ആ അധികാരമുള്ളൂ. അപ്പോൾ ആകെ നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റിഗേഷനിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യാം. അല്ലാതെ നമുക്ക് അതിനകത്ത് വീണ്ടും പുനരന്വേഷണം വേണം, അല്ലെങ്കിൽ ആദ്യം മുതലേ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നൊന്നും നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. പിന്നെ ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പെറ്റീഷൻ മജിസ്ട്രേറ്റ് കോടതികളിൽ മെയിൻറ്റെയിനബിൾ ആണോ? ഞാൻ പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ആസ്പെക്ട് ചെയ്ത് മാത്രമാണ് പറയുന്നത്. ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷം
സാധിക്കില്ല. ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യാൻ കഴിയും കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന്, ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഓർഡർ ചെയ്യാൻ കഴിയും. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് മെയിൻറ്റൈനബിൾ അല്ല. അത് നമ്മുടെ സുപ്രീം കോടതിയുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ആനന്ദ് താനൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2023 KHC 6178. ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷം അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിനെയോ സുപ്രീം കോടതിനെയോ സമീപിക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രൊസീജിയറൽ ആസ്പെക്ട്, വേറൊരു സാഹചര്യമാണ് പറയുന്നത്. ഒരു കേസ് എടുത്തു. ഇതിപ്പോ ഞാൻ കൂടുതലും പറയുന്നത് ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളൊക്കെയാണ്. അപ്പൊ ഒരാൾക്കെതിരെ ഒരു കേസെടുത്തു, ഒരു രാഷ്ട്രീയ പ്രമുഖനെതിരെ ഒരു കേസെടുത്തു എന്ന് വിചാരിക്കാം. ഒരു വിവാദം അല്ലെങ്കിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച കേസാണെന്ന് വിചാരിക്കാം. കേസെല്ലാം എടുത്ത് പോലീസ് ചാർജ് ഷീറ്റ് ഒക്കെ ഫയൽ ചെയ്തത്. അതിനുശേഷം അതിനകത്ത് ഡിഫാക്ടോ കംപ്ലൈന്റ് ഒരു ദിവസം TV അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്നിട്ട് വേറൊരു കാര്യം പറയുന്നു, അന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല, അതിന് ഇന്ന കാര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പൊ പല പല കേസുകളും ഉണ്ട് നമ്മുടെ മുന്നിൽ. TV-ലൊക്കെ പല ആളുകളും വന്ന അഭിപ്രായം പറഞ്ഞ പിന്നീട് അന്വേഷണമൊക്കെ ഉത്തരവായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം സാക്ഷി TV-ലോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിലോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനും ഘടകവിരുദ്ധമായിട്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടാമോ? അത് സാധിക്കില്ല. അതിന്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ സുരേന്ദ്രബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഡിസിഷനാണ്. 2023 KHC 588. അതിനകത്ത് പറയുന്ന കാരണം, നമ്മുടെ ഹൈക്കോടതി പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷം സാക്ഷികൾ ഇങ്ങനെ തുടരെ ഘടകവിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ പുറത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു അവസാനം ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് ഈ പറയുന്ന ചാർജ് ഷീറ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അത് വിശ്വസനീയമാണോ എന്നുള്ള പരിശോധിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം സാക്ഷി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 161 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതിൽ ഘടകവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു പ്രാക്ടിക്കൽ ഒരു സിറ്റുവേഷൻ പറയാം. ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഒരു കേസിലെ ഫാക്ട്സ് ആണ്. അതായത് A എന്ന് പറഞ്ഞ ആള് ചെങ്ങന്നൂരിലെ MLA ആണ്. കോഴിക്കോടുള്ള B എന്നയാള് A എന്ന് പറഞ്ഞ ആളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി. A ചെങ്ങന്നൂരുള്ള MLA ആണ്, B കോഴിക്കോടുള്ള ആളാണ്. ഈ B എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ആള് ചെങ്ങന്നൂരുള്ള A എന്ന് പറഞ്ഞ ആളെ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തി. A MLA ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നേരെ ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. ചീഫ് മിനിസ്റ്റർ അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. മ്യൂസിയം പോലീസ് FIR ഇട്ടു. തിരുവനന്തപുരം JFCM 2 കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു. മജിസ്ട്രേറ്റ് കേസ് CC പിടിക്കുകയും ചെയ്തു. അപ്പൊ പ്രതി വന്നിട്ട് ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. കാരണം ഈ കോടതിക്ക് കോഗ്നിസൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ആ പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണ്. ഒബ്വിയസ്ലി കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. തിരുവനന്തപുരം കോടതിക്ക് യാതൊരുവിധ ജൂറിസ്ഡിക്ഷനും ഇല്ല. തിരുവനന്തപുരം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഉള്ളത് ഈ ഡിഫാക്ടോ കംപ്ലൈന്റ് എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള കാര്യം മാത്രമാണ് അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഉചിതമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് തിരുവനന്തപുരത്ത് CM-ന് പരാതി കിട്ടുകയാണെങ്കിൽ പോലും നേരെ ഡയറക്ഷൻ കൊടുക്കേണ്ടത് ചെങ്ങന്നൂര് ഇരിക്കുന്ന അവിടുത്തെ പോലീസിനോട് FIR എടുത്ത് അന്വേഷിക്കാനായിരുന്നു നിർദ്ദേശിക്കേണ്ടിയിരുന്നത്. എന്ന് വെച്ചിപ്പോ തിരുവനന്തപുരത്തെ കോടതിയിൽ ഡിസ്ചാർജ് ചെയ്തു എന്ന് വിചാരിക്കുക. ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ പ്രതിക്കെതിരെ പിന്നീട് കേസൊന്നും എടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. പോലീസ് അതിനുശേഷം ലിമിറ്റേഷന്റെ പീരീഡ് കൺസിഡർ ചെയ്തിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേഷനിൽ FIR ഇടാം. അതിന് നിയമ തടസ്സമൊന്നുമില്ല. അത് ഞാൻ ഈ പറയുന്നത് TP നന്ദകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിന്റെ ഫാക്ട്സ് ആണ്. 2007 4 KLT 775. നമുക്കിപ്പോ ഒരു ഡിഫാക്ടോ ഒരു പരാതിക്കാരനൊരു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, പോലീസിനെ കൊണ്ട് അന്വേഷിക്കണം, ഭയങ്കര ചീറ്റിംഗ് ഒക്കെ ഉള്ള കേസാണ്. അപ്പൊ പരാതിക്കാരന് തോന്നുക ഇതിപ്പോ ഇവിടുത്തെ SI അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കിൾ അന്വേഷിച്ചാൽ പോരാ, ചിലപ്പോൾ കമ്മീഷണർ അന്വേഷിക്കണം, അല്ലെങ്കിൽ DYSP അന്വേഷിക്കണം, അല്ലെ SP അന്വേഷിക്കണം എന്ന് അയാൾക്ക് തോന്നുക. അയാൾക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ പരാതിക്കാരന് വന്നിട്ട്
ഈ പറയുന്ന SHO അല്ലാതെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ കോടതിക്ക് എങ്ങനെ ഉത്തരവിടാൻ സാധിക്കുമോ? മജിസ്ട്രേറ്റിന് ഒരു ഉത്തരവിടാൻ സാധിക്കുമോ? ഈ പറയുന്ന SHO അല്ലാതെ എൻ്റെ മേലുള്ള DYSPയോ SPയോ അന്വേഷിക്കണമെന്ന് അതൊരിക്കലും സാധിക്കില്ല. അതിന്റെ ഡിസിഷൻ പറയുന്നത് AR 2001 SC 668. ഇതാണ് അതിന്റെ ചോദ്യം. ഇപ്പോ മറ്റൊരു ഉദാഹരണം പറയാം. ഡിഫാക്ടോ നമുക്ക് എപ്പോഴും കാണാം, പോലീസ് അന്വേഷിക്കുമ്പോൾ പറയും ഇത് പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല, CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ED അന്വേഷിക്കണം, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് വെച്ച് കോടതിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുമോ? CBI അന്വേഷിക്കണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം? മജിസ്ട്രേറ്റിന് അത് സാധിക്കില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പൊ ഈവൻ ഇഫ് എ പാർട്ടി ഈസ് അഗ്രീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ദ പോലീസ്, പാർട്ടി എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഉചിതം. മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ ഇടുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ കംപ്ലൈന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു സാഹചര്യം പറയാം. അതായത് രണ്ടുപേരെ അടിച്ചു, വഴിയിൽ നിന്ന് രണ്ടുപേർക്കിട്ട് അടി കിട്ടി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് കംപ്ലൈനൻസ് 1 and 2 എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാണ്, ജോയിന്റ് ആയിട്ടൊരു പ്രൈവറ്റ് കംപ്ലൈന്റ്. അങ്ങനെ ഒരു കംപ്ലൈന്റ് മെയിൻറ്റൈനബിൾ ആണോ? അല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ രണ്ടുപേരും ആക്ച്വലി അഗ്രീവ്ഡ് ആയിട്ടാണെങ്കിൽ പോലും പരാതിക്കാരന് ഒന്നേ പാടുള്ളൂ, ഒരു പരാതിയിൽ ഒരു കംപ്ലൈന്റേ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരാളെ പരാതിക്കാരനും മറ്റുള്ളവരെ സാക്ഷികളുമാക്കി പരാതി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ സപ്പോസ് രണ്ടുപേരെ വെച്ച് പരാതി ഫയൽ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് കോസ്റ്റേറ്റിൽ അമെൻഡ് ചെയ്യാനായിട്ട് കോടതിയിൽ പെറ്റീഷൻ ഇടാം. അതല്ലെങ്കിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം, ഇതിൽ ഇന്ന ആളെ കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ ആളെ സാക്ഷിയാക്കി ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് കോടതിയിൽ സമർപ്പിക്കാം. അപ്പോൾ ഒരിക്കലും പരാതി ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പരാതിക്കാരുള്ളതായിട്ട് എഴുതരുത്. പകരം ഒരാളെ എപ്പോഴും പരാതിക്കാരനായി വരാൻ പാടുള്ളൂ. അത് പറയുന്ന ഡിസിഷൻ 2012 4 KHC 683. 2012 4 KHC 683. പിന്നെ മറ്റൊരു ചോദ്യം, ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അത് അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? അമെൻമെന്റ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ സിവിൽ കോടതിക്ക് മാത്രം ഉള്ള ഒരു അധികാരമാണ്. ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു സൂട്ട് ഫയൽ ചെയ്തു, ക്ലെയിന്റ് അമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പത്രിക അമെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഒരു കംപ്ലൈന്റ് അതുപോലെ അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ അമെൻമെന്റ് ഫോർമൽ ഇൻ നേച്ചർ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ കംപ്ലൈന്റിലെ അവർമെന്റ്സ് എല്ലാം മാറ്റിയിട്ട് അങ്ങനെ അമെൻമെന്റ് പോസിബിൾ അല്ല. ചിലപ്പോൾ ഒരു ടൈപ്പിംഗ് എറർ കാരണം ചിലപ്പോൾ ഒരു ആളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടുപേരോ സ്ഥലമോ അതൊക്കെ മാറിപ്പോവാം. അങ്ങനെയുള്ള ഫോർമൽ അമെൻമെന്റ് നമുക്ക് വരുത്താൻ സാധിക്കും. അതിന്റെ ഡിസിഷനാണ് 2015 KHC 4424, 2015 KHC 4424. പിന്നെ നമുക്കറിയാം, പബ്ലിക് സർവന്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊഴി എടുക്കാറില്ല 200 CRPC വെച്ചിട്ട്. സാധാരണഗതിയിൽ കോടതി നേരെ തന്നെ SC അല്ലെങ്കിൽ CC ആക്കാറ് പതിവ്. ഒരു ബെറ്റർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഫുഡ് സേഫ്റ്റിയുടെ ഓഫീസർമാർ കംപ്ലൈന്റ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ ലേബർ ഓഫീസർമാർ ഫയൽ ചെയ്യും. അത് നമ്മൾ അപ്പൊ തന്നെ സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കാറില്ല, അത് ഡിസ്പെൻസ് ചെയ്തിട്ട് നേരെ CC ആക്കും. അത് എന്തുകൊണ്ട് ഡിസ്പെൻസ് ചെയ്യുന്നുള്ളത് 200 CRPCയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്റെ ചോദ്യം അതല്ല, ഇപ്പൊ എല്ലാ പബ്ലിക് സർവൻസും വന്നിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് അവരുടെ സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ ഡിസ്പെൻസ് ചെയ്ത് നേരെ SC ആക്കേണ്ട കാര്യമുണ്ടോ? കംപ്ലൈന്റ് കൂടെ കുറെ രേഖകളുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു വില്ലേജ് ഓഫീസർ വന്നിട്ട് ഒരു പരാതി നൽകുക, എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കുറെ സാക്ഷി ലിസ്റ്റും ഉണ്ട്. അയാൾ പറയുന്നു 200 വെച്ചിട്ട് പബ്ലിക് സർവൻസിന്റെ, ഞാൻ പബ്ലിക് സർവന്റ് അല്ലേ, അതുകൊണ്ട് എന്റെ സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ട, നേരെ SC ആക്കിക്കളാം. അത് സാധിക്കുമോ? അങ്ങനെ എല്ലാ പബ്ലിക് സർവൻസിനെയും എക്സെംപ്റ്റ് ചെയ്യാന്നുള്ള റൂളിന്റെ ഉദ്ദേശം, ആ സെക്ഷന്റെ ഉദ്ദേശം. അതായത് ഈ പബ്ലിക് സർവന്റ് അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ അധികാരമുള്ള ആളായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 200 പ്രകാരം സോൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ നേരിട്ട് CC അല്ലെങ്കിൽ SC ആക്കാൻ സാധിക്കുള്ളൂ.
അതാണ് അപ്പോ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർമാര്, ലേബർ ഓഫീസർമാര് അവരുടെയൊക്കെ ജോലി സംബന്ധമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തിൽ പറയുന്നുണ്ട് ഇന്ന ആൾക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാമെന്ന്. പിന്നെ ഉദാഹരണം MMDR ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഓതറൈസ്ഡ് ഓഫീസർ ആരാണ് അയാൾക്കാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം MMDR ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് നേരിട്ട് അത് സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. യാതൊരു സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ CC അല്ലെങ്കിൽ ST ആക്കാം. സോൺ സ്റ്റേറ്റ്മെന്റ് ഇൻസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു നിയമത്തിലും പറയാത്ത ഒരു അധികാരവും, പബ്ലിക് സർവന്റ് ആയിരിക്കാം, പക്ഷെ അയാൾ വന്ന് ഫയൽ ചെയ്താൽ സോൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ എടുക്കേണ്ട കാര്യമില്ല. ഡിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ 2007 4 KHC 569. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 202 എൻക്വയറി. അതായത് 202 എൻക്വയറി നടത്തുന്നത് എപ്പോഴാണ്? പ്രതി കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്ത് താമസിക്കുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ 202 എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ഈ 202 എൻക്വയറി നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പോലീസിലേക്ക് ചോദിക്കാറുണ്ട്, ഒരു റിപ്പോർട്ട് ചോദിക്കും. SHO കോട്ടയം വെസ്റ്റ് ഇസ് ഡയറക്ടഡ് ടു കണ്ടക്ട് എൻക്വയറി അണ്ടർ 202 CRPC ആൻഡ് ഫയൽ റിപ്പോർട്ട് എന്ന്. അപ്പൊ ആ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ SHOയ്ക്ക് അയക്കുന്ന സമയത്ത് SHOയ്ക്ക് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ 202 എൻക്വയറിയുടെ ഭാഗമായിട്ട്? ഇല്ല. SHOയുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോടതിയെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കംപ്ലൈന്റിൽ പറയുന്ന അലിഗേഷൻസ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ കോടതിക്ക് ഇനി മുന്നോട്ട് പോകണോ വേണ്ടി അതിനെ സഹായിക്കാൻ റിപ്പോർട്ട് നൽകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ സാഹചര്യത്തിൽ 202 എൻക്വയറിയുടെ ഭാഗമായിട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനൊന്നും പോലീസിന് അധികാരമില്ല. ഇനിയിപ്പോ സപ്പോസ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചീറ്റിംഗ് കേസാണെന്ന് വിചാരിക്കുക. പൈസയൊക്കെ പല പല സ്ഥലങ്ങളിൽ പ്രതി കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കുറേയുള്ള വീട്ടില്, കുറേയുള്ള ഗോഡൌണിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വെക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ശരിയോ തെറ്റോ സോൺ സ്റ്റേറ്റ്മെന്റിന് വെച്ചു എന്ന് വിചാരിക്കുക. സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 202 എൻക്വയറിയുടെ സ്റ്റേജ് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ സോൺ സ്റ്റേറ്റ്മെന്റിൽ വെക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പൊ അത് കോടതിയുടെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ്സിന്റെ ആ സമയത്തെ ഡ്യൂട്ടി. അപ്പോ സപ്പോസ് അത് സോൺ സ്റ്റേറ്റ്മെന്റിന് വെച്ചു എന്ന് തന്നെ വിചാരിക്കുക. വെച്ച സാഹചര്യത്തില് മജിസ്ട്രേറ്റിന് ഒരു സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുണ്ടോ? അപ്പോ പ്രതിക്ക് ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെയായിരിക്കും, പ്രതിയുടെ വീട്ടില് ഈ പറയുന്ന ചീറ്റിങ്ങിന് സമാഹരിച്ച ഒരു 10 ലക്ഷം രൂപ അയാളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളത് സ്വർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്ത് അയാളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ വീട് സെർച്ച് ചെയ്താൽ ആ സ്വർണം കിട്ടും, അത് കേസിലേക്കുള്ള തെളിവാണ്. അപ്പൊ പ്രതിയുടെ വീട് സെർച്ച് ചെയ്യാനായിട്ട് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുമോ 202 എൻക്വയറിയുടെ ഭാഗമായിട്ട്? സാധിക്കില്ല. 1996 KHC 21 ആ ഡിസിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രൈവറ്റ് കംപ്ലൈന്റില് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാ. അതായത് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ്, നമ്മളെല്ലാം ലോ കോളേജിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാ. ആർട്ടിക്കിൾ 20 നോ പേഴ്സൺ ഷാൽ ബി സെൽഫ് ഇൻക്രിമിനേറ്റിങ്ങിനെതിരായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു പരാതിയിൽ എതിർകക്ഷിയായിട്ട് കാണിച്ചിരിക്കുന്നു, അയാൾ പ്രതി ആയിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് ഈ ഡിസിഷനിൽ പറഞ്ഞിരിക്കുന്നത്. 96 KHC 21. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്, എങ്കിലും ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ പലപ്പോഴും കേസ് ഫയൽ ചെയ്തതിന് ശേഷം CC ആയതിനു ശേഷം പാർട്ടികൾ പറഞ്ഞ് സെറ്റിലാവും. അപ്പൊ ഡിഫാക്ടോ കംപ്ലൈന്റ് ഒരു അഫിഡവിറ്റ് ബെയിലിന്റെ സമയത്തൊക്കെ ഇടാറുണ്ട്. ഇത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, എങ്കിലും തെറ്റുകൾ പറ്റാതിരിക്കാൻ പറയുകയാണ്. അപ്പോൾ ഡിസ്ചാർജ് പെറ്റീഷന്റെ കൂടെ തന്നെ ഡിഫാക്ടോ കംപ്ലൈന്റ് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാണ്. പാർട്ടീസ് എല്ലാം കേസ് പറഞ്ഞ് സെറ്റിലായി, ഇനിയിപ്പോ ഡിസ്ചാർജ് ചെയ്തുകൂടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നുമില്ല. അഫിഡവിറ്റ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകളിൽ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഫയൽ ചെയ്യാം, അല്ലാതെ ഡിസ്ചാർജിന്റെ ആപ്ലിക്കേഷന് വേണ്ടി ഒരിക്കലും അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോ മറ്റൊരു സാഹചര്യം, ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ പറയുകയാണ്, കേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നു, പ്രതിക്ക് ജാമ്യം നൽകണം, ഡിഫാക്ടോ കംപ്ലൈന്റിന് പരാതി ഇല്ലാന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്ന് വെച്ച് ബെയിൽ കൊടുക്കാൻ പറ്റുമോ? ആ കാര്യം കൊണ്ട് മാത്രം ബെയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു റീസെന്റ് ഡിസിഷൻ ഉണ്ട്, സൈറ്റേഷൻ ഓർമ്മയില്ല. ആ ഡിസിഷനിൽ പറയുന്നുണ്ട്, ഈ സെറ്റിൽമെന്റ് ബിറ്റ്വീൻ പാർട്ടീസ് കനോട്ട് ബി ദ സോൾ ഗ്രൗണ്ട് ടു ഗ്രാൻഡ് ബെയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അഫിഡവിറ്റ് പാർട്ടീസ് തമ്മിൽ സെറ്റിൽ ആയെങ്കിൽ പോലും ഒരൊറ്റ ഗ്രൗണ്ട് കൊണ്ട് നമുക്കത് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബെയിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. മറ്റു കാര്യങ്ങൾ അതല്ലാതെ പല പല ബെയിലിന് എനേബിൾഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇനി വേറൊരു പ്രാക്ടിക്കൽ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചീറ്റിംഗ് കേസാണെന്ന് വിചാരിക്കുക.
ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തു, ക്രൈം സ്റ്റേജിൽ പ്രതി റിമാൻഡിലാണ്. അപ്പോൾ ഡിഫാക്ടോ ചീറ്റിംഗ് കേസ് നമുക്കറിയാം 420 കോമ്പൗണ്ടബിൾ ആണ് ബൈ ദ പേഴ്സൺ ഹു ഈസ് ചീറ്റഡ്, സെക്ഷൻ 320 CRPC പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിയുടെ ആളുകൾ പരാതിക്കാരന് പൈസ കൊടുത്തു, പരാതിക്കാരന് കേസ് കോമ്പൗണ്ട് ചെയ്ത് തീർക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ക്രൈം സ്റ്റേജിലാണ് ഇങ്ങനൊരു പെറ്റീഷൻ വരുന്നതെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ CC ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു പെറ്റീഷൻ കണ്ടിട്ടുള്ളൂ. ക്രൈം സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെറ്റീഷൻ വന്നാൽ എന്ത് ചെയ്യും? അത് എന്റർടൈൻ ചെയ്യാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ടോ? കോമ്പൗണ്ട് ചെയ്യാനായിട്ടില്ല, എന്തായാലും അധികാരമുണ്ട്. അപ്പോൾ അതിനൊരു ഡിസിഷൻ ഉണ്ട്. യേശുദാസൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ഡിസിഷൻ. അപ്പോൾ ക്രൈം സ്റ്റേജിൽ അങ്ങനെ ഒരു റിപ്പോർട്ട്, അങ്ങനെ ഒരു 320 വെച്ച് കോമ്പൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെറ്റീഷൻ ഡിഫാക്ടോ കംപ്ലൈന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ കോടതി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൺസേൺഡ് പോലീസ് ഓഫീസറുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങണം. ഈ പറയുന്ന കംപ്ലൈന്റിൽ ഈ കോമ്പൗണ്ടിങ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണോ എന്നറിയാൻ വേണ്ടി റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം അത് പരിഗണിക്കാം. പോലീസ് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് പറയുന്നത്, ഇവർ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു എന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നതെങ്കിൽ ക്രൈം സ്റ്റേജിൽ തന്നെ നമുക്ക് കേസ് കോമ്പൗണ്ട് ചെയ്യാം. കേസ് CC സ്റ്റേജ് വരെ എത്തിക്കണം എന്നുള്ള ആവശ്യമില്ല. ഇനി അധികം ആരുടെയും നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയ ആണ് ഇപ്പൊ ഇനി പറയാനായിട്ട് പോകുന്ന ഈ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലിമിറ്റേഷൻ ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ്, സെക്ഷൻ 468 CRPC ആണ് പറയുന്നത്. ഏതൊക്കെ ക്രൈമുകളിൽ ഏതൊക്കെ സമയത്ത് നമുക്ക് കോഗ്നിസൻസ് എടുക്കാം എന്നുള്ളതിനെ പറ്റി പറയുന്ന. അപ്പോൾ ഈ ലിമിറ്റേഷൻ എല്ലാ ഒഫൻസും, ഒരു ഒഫൻസ് സംഭവിച്ചു, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാണ് ഇന്ന ദിവസം, നമ്മളിപ്പോ കാണുന്ന TV-ലൊക്കെ 10 വർഷം മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് കേസ് എടുക്കണം. എല്ലാ കേസിലും കോടതി അത് കോഗ്നിസൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് 468 CRPC പറയുന്നുണ്ട്. 3 വർഷത്തിൽ താഴെ വരെയുള്ള ഒഫൻസിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. ഫൈൻ മാത്രം പണിഷ്മെന്റ് ഉള്ള ഒഫൻസിന് എനിക്ക് തോന്നുന്നു 6 മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സപ്പോസ് ഇന്നൊരാള് വണ്ടി റാഷായിട്ട് നെഗ്ലിജന്റ് ആയിട്ട് ഇതിലേക്കൂടെ ഓടിച്ചുപോയി, അല്ല അത് ഫൈൻ മാത്രമല്ല, ഇപ്പൊ ഫൈൻ മാത്രമുള്ള ഏതെങ്കിലും ഒരു ഒഫൻസ് എടുക്കുക, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് അതിനുള്ള കേസ് എടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കുക എന്നുള്ളത് 6 മാസത്തിനുള്ളിൽ. എന്നാണ് പരാതി അറിയുന്നത് അതിന്റെ 6 മാസത്തിനുള്ളിൽ തന്നെ പരാതി കൊടുത്തിരിക്കണം. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോ കൂടുതലും നമുക്ക് കോടതിയിലൊക്കെ ആവശ്യം വരുന്നത് പലപ്പോഴും ഈ സമൺസ് കേസുകൾ ഉണ്ടാവും, 323 കേസുകൾ, 341 കേസുകളൊക്കെ. പിന്നീട് പാർട്ടികൾ തമ്മിൽ തെറ്റുമ്പോൾ ഇവർ ചിലപ്പോൾ ഫയൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാനും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, ഇത്രയും വർക്ക് ലോഡ് വരുമ്പോൾ നമുക്ക് എല്ലാം നോക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിമിറ്റേഷൻ പീരീഡിന്റെ ഉള്ളിൽ തന്നെയാണോ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ CRPC-യിൽ 468 CRPC ആണ് അതിനെപ്പറ്റി പറയുന്നത്. എത്ര പീരീഡ് ആണ് ഇതിന്റെ ലിമിറ്റേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് 468 ഒന്ന് വായിച്ചു നോക്കുക. 468 പറയുന്നത് ഒഫൻസ് പണിഷബിൾ വിത്ത് ഫൈൻ ഓൺലി ആണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രൊസീഡിങ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കണം. അല്ല, പ്രൊസീഡിങ്സ് എന്ന് ഞാൻ പറയുന്നത് ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലൈന്റ്. ഇപ്പൊ ഒഫൻസ് പണിഷബിൾ ലെസ് ദാൻ 1 ഇയർ അങ്ങനെയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. 1 വർഷവും 3 വർഷത്തിനും ഇടയ്ക്ക് പണിഷ്മെന്റ് ഉള്ള ഒഫൻസുകളാണെങ്കിൽ മാക്സിമം 3 വർഷം. ഈ സംഭവം നടന്നിട്ട് 3 വർഷത്തിനുള്ളിൽ പ്രൈവറ്റ് കംപ്ലൈന്റോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റോ ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഫയൽ ചെയ്ത് കേസ് CC ആയിട്ടുണ്ടെങ്കിൽ പോലും പ്രതിക്ക് ഡിസ്ചാർജിന്റെ ഒരു ഗ്രൗണ്ടാണ് അത്. പിന്നീട് ചാർജ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഇത് ഉന്നയിക്കാവുന്നതാണ് ഈ ഒരു ഗ്രൗണ്ട്. ഈ PWDV അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിലുള്ള കംപ്ലൈന്റ്, അതിനെന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? സ്റ്റാറ്റ്യൂട്ടിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു കേസിൽ പറയുന്നുണ്ട് 1 വർഷമാണ് അതിന്റെ ലിമിറ്റേഷൻ. എന്നാണ് ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ വിത്തിൻ 1 ഇയർ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കണം. അത് പറയുന്ന ഡിസിഷൻ 2011-12 SCC 588 ഇന്ദർജിത് സിംഗ് ഗ്രവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2011-12 SCC 588. ഞാൻ ഈ ഡിലേയുടെ കാര്യം പറഞ്ഞു, അല്ല ഡിലേ പറഞ്ഞില്ല. അതായത് ഇപ്പൊ നമ്മൾ ലിമിറ്റേഷൻ പറഞ്ഞു. സപ്പോസ് ലിമിറ്റേഷന്റെ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ ഒരു ഡിലേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെക്ക് കേസുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രതിക്ക് നോട്ടീസ് കിട്ടി 15 ദിവസം വെയിറ്റ് ചെയ്യണം, അതിന് 30 ദിവസത്തിനുള്ളിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം എന്നാണ് റൂള്. ആ 30 ദിവസത്തിന് അപ്പുറം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിലേ കണ്ടിന്യൂഷൻ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യും. ഇപ്പൊ സപ്പോസ് ചെക്ക് കേസിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഈ ഡിലേ ഉണ്ട്, അത് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വിട്ടുപോയി, കോടതിയിൽ അത് വെരിഫിക്കേഷൻ ശ്രദ്ധിച്ചില്ല, അത് പിന്നെ ST ആക്കിയിട്ട് എടുത്ത് പോയി എന്ന് വിചാരിക്കുക. ST ആയി എടുത്തു, പകരം കേസ് വിചാരണയുടെ വേള ഇരിക്കുമ്പോഴാണ് പ്രതിഭാഗം ഇത് കണ്ടുപിടിക്കുന്നത് ഇതിനകത്തൊരു ഡിലേ ഉണ്ട്, ഡിലേ കൺട്രോൾ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയം വരാം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ ഡിലേ ഉണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും നമുക്ക് ഡിലേ കൺട്രോൾ ചെയ്യാം. അതായത് ജഡ്ജ്മെന്റ് പറയുന്ന ഏത് നിമിഷം മുമ്പ് വരെയും ഡിലേ കൺട്രോൾ ചെയ്യാമെന്നാണ് സുപ്രീം കോടതിയുടെ റൂളിംഗിൽ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഡിലേ വന്നിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഒരു CMB ഇടുക ഡിലേ കൺട്രോൾ ചെയ്യാനായിട്ട്. ഡിലേ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കേസ് നമ്മൾ എവിടെ നിർത്തിയോ ആ സ്റ്റേജിലേക്ക് തന്നെ മുന്നോട്ട് പോകാം. സപ്പോസ് ഡിലേ കൺട്രോൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഡിലേ കൺട്രോൾ ചെയ്യാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 258 ഇൻവോക്ക് ചെയ്ത് പ്രൊസീഡിങ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം ഡിലേ കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാര്യം ഇതുവരെ ചെയ്ത എല്ലാ പ്രൊസീഡിങ്സും ഇല്ലീഗലാണ്. പിന്നെ നമുക്ക് കോടതിക്ക് അതിന്റെ പുറത്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് കേസുമായിട്ട് തുടർന്നു പോകാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോ ഞാൻ എല്ലാം പഴയ നിയമത്തെ വെച്ചാ പറഞ്ഞത്. ഇപ്പൊ പുതിയ BNSS വന്നു എന്ന് എല്ലാവർക്കും അറിയാം 1 കഴിഞ്ഞ ശേഷം. അപ്പൊ അതിനെപ്പറ്റിയാണെങ്കിലും അത്ര നമുക്കൊരു ക്ലിയർ പിക്ചർ വന്നിട്ടില്ല. കാര്യം സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ലാൻഡ്മാർക്ക് റൂളിങ്ങുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് എല്ലാവരോടും പറയണം തോന്നിയ 1-2 പോയിന്റുകളുണ്ട്. അതായത് ഇപ്പൊ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മള് ചെക്ക് കേസ് പണ്ടാണെങ്കിൽ ചെക്ക് കേസ് ഫയൽ ചെയ്ത കേസ് സ്റ്റേക്കിൾ ഓൺ ഫയൽ ആസ് ST എന്ന് പറഞ്ഞ് നേരെ നമ്മൾ കോഗ്നിസൻസ് എടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ കോഗ്നിസൻസ് എടുക്കുന്നില്ല, പകരം ഇഷ്യൂ നോട്ടീസ് ടു റെസ്പോണ്ടന്റ്, അത് CMB സ്റ്റേജിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഒരു ചോദ്യം വരും. അത് പുതിയ നമ്മുടെ BNSS ഒരു 175 ആണോ 183 ആണെന്ന് തോന്നുന്നു ഒരു സെക്ഷൻ ഉണ്ട്. 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. കോഫി ഞാൻ നിർത്താൻ പോവാ, ക്ലോസ് ചെയ്യാൻ പോവാ. എല്ലാവരും കോഫി പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ്. അത് BNSS കയറുന്നതിന് മുമ്പ് അല്ല, ചെറിയൊരു പോയിന്റ് പറയുന്നത് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് പോകണം, ഇതും കൂടി പറഞ്ഞിട്ടാ. സെക്രട്ടറി പറയായിരുന്നു BNS ഒക്കെ അധികം പറഞ്ഞ നിങ്ങളെ മുഷിപ്പിക്കരുതെന്ന്. അപ്പൊ ഞാൻ അധികം BNSലേക്ക് കിടക്കുന്നില്ല. സ്ഥിരമായിട്ട് വരാൻ സാഹചര്യമുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ചെക്ക് കേസിന്റെ കാര്യങ്ങളിൽ. ഈ ചെക്ക് കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അതൊരു കംപ്ലൈന്റ് തന്നെയാണല്ലോ. CMB സ്റ്റേജിൽ എടുത്തിട്ട് നമ്മൾ നേരെ സോൺ സ്റ്റേറ്റിന് ST ആയിട്ട് ഫയൽ എടുക്കുകയായിരുന്നു ഇത്രയും കാലത്തെ ഒരു പ്രൊസീജിയർ. ഇപ്പൊ പുതിയ നിയമം വന്നേ പിന്നെ എല്ലാവരും CMB ആക്കി. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് എന്തിനാ വെറുതെ CMB ആയിട്ടിട്ട് പ്രതിക്ക് നോട്ടീസൊക്കെ അയച്ച് എന്തിനാണ് വെറുതെ ഇതിട്ട് സമയം കളഞ്ഞ് ഇങ്ങനെ പോകുന്നതെന്ന്. ശരിക്കും അത് BNSലൊരു ഇപ്പൊ പറഞ്ഞുതരാം. അത് BNS സെക്ഷൻ 223 പ്രകാരമാണ് നമ്മളത് നോട്ടീസ് അയക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവില് പ്രതി, അതായത് ചെക്ക് കേസ് ആകുമ്പോഴത്തേക്കും ചെക്ക് ഇഷ്യൂ ചെയ്ത ആളായിരിക്കും പ്രതി. അയാള് അതേ സാഹചര്യം എല്ലാ കേസിലും ബാധകമാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോഗ്നിസൻസ് എടുക്കുന്നതിന് മുന്നേ പ്രതിക്ക് നോട്ടീസ് അയക്കണം എന്നുള്ളൊരു റൂള് വന്നിട്ടുണ്ട് 223 BNSS. അതുകൊണ്ടാണ് എല്ലാ ചെക്ക് കേസുകളിലും ഇൻവേരിയബിളി നമ്മൾ നോട്ടീസ് അയക്കുന്നത്. ഇനിയിപ്പോ ഒരു സംശയം വരാം, നമ്മൾ ഡിലേയിൽ അയക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതിനെ ചെക്ക് കേസിൽ വേറെ CMBയിൽ നോട്ടീസ് അയക്കേണ്ടതെന്ന്. രണ്ടിലും നോട്ടീസ് അയക്കണം. ഈ ഡിലേയിൽ നോട്ടീസ് അയക്കുന്നത് ഡിലേ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് കോടതി എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അയക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് മറ്റേത് കംപ്ലൈന്റ് ആണ്, ഈ ചെക്ക് കേസായിട്ട് ഫയൽ ചെയ്യുന്നത്. അതിനകത്ത് നോട്ടീസ് അയക്കുന്ന കാര്യം പറഞ്ഞു എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതിയിൽ വന്നിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്ഷൻ ഒരു സാഹചര്യമാണ്. അല്ലാതെ വന്നിട്ട് ഞാനിവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല, ഈ ചെക്ക് എന്റെ അല്ല, ഒപ്പ് എന്റെ അല്ല എന്ന് പറയാനുള്ള ഒരു ഒബ്ജക്ഷൻ അല്ല നമ്മൾ ആ പോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. പ്യൂർലി ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട്സിൽ കേസ് നിൽക്കില്ല എങ്കിലുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ആ കേസ് നോട്ടീസ് അയക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് ഓഫീസർ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യത്തില് അയാൾക്കെതിരെ CMB ഫയൽ ചെയ്യുന്നു. ഇത്രയും കാലത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനോട് റിപ്പോർട്ടൊന്നും ചോദിക്കില്ലായിരുന്നു. ഇപ്പൊ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കും. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പകരം അത് ടെക്നിക്കലായിട്ട് സാങ്ഷൻ ആയിട്ട്
എടുക്കേണ്ട കേസാണ്, അതിന് സാങ്ഷൻ ഇല്ല, അതല്ലെങ്കിൽ ഈ കേസിന് ഇത്ര വർഷത്തെ കോഗ്നിസൻസ് എടുക്കാനുള്ള ഡിലേ ഉണ്ട്, അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ആയിട്ടുള്ള ഒരു സ്റ്റേജാണത്. അപ്പോൾ അതങ്ങനെ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുക, അല്ലാതെ നമ്മൾ അവർക്ക് നോട്ടീസ് അയച്ച് വരുത്തി പ്രതിക്ക് ട്രയലിൽ പറയാനുള്ള എല്ലാ ഡിഫൻസും എടുക്കാനുള്ള ഒരു സ്റ്റേജ് അല്ല ഈ കംപ്ലൈന്റിൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യങ്ങളിൽ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, റെഫർ ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം പോലീസിന്റെ അടുത്ത് പോലീസ് പരാതി സ്വീകരിക്കുന്നില്ല. പണ്ട് 156(3) അടിയിൽ പെറ്റീഷൻ ഇടുമായിരുന്നു. ഇപ്പൊ പെറ്റീഷൻ ഇടുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക, പലപ്പോഴും റിപ്പോർട്ടുകൾ വരാൻ ഡിലേ ഉണ്ട്. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക എന്തിനാ ഇത് ഡിലേ, ഈ പോലീസിന്റെ അടുത്തുനിന്ന് റിപ്പോർട്ട് വാങ്ങുന്നത്. അതും ഒരു കാര്യത്തിനാണ് ഈ പറയുന്ന ടെക്നിക്കൽ കാര്യങ്ങളിൽ എന്തെങ്കിലും അന്വേഷണത്തിന് വിടുന്നതിന് മുൻപ്, അതായത് സിവിൽ നേച്ചർ ആണെങ്കിൽ കോടതിക്ക് കംപ്ലൈന്റ് റിജക്ട് ചെയ്യാം, വെറുതെ പോലീസിലേക്ക് റെഫർ ചെയ്ത് പോലീസിന് വിലപ്പെട്ട സമയം കളയേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പോലീസിന് ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അല്ലാതെ പോലീസിന്റെ അടുത്തൊരു പരാതി ആദ്യമേ പരാതിക്കാരൻ ചെന്നു, പോലീസ് അന്വേഷിക്കില്ല, അതുകൊണ്ട് അവിടുന്ന് നീതി കിട്ടാതെ ആയിരിക്കുമല്ലോ അയാൾ കോടതിയിൽ വരുന്നത്. അപ്പൊ കോടതിയിൽ വന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചു, ഇതിൽ കഴമ്പില്ല എന്ന് പറയുന്ന അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഗ്രൗണ്ടുകൾ കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജാണ് ആ സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് നോട്ടീസ് അയക്കുന്നത്. അപ്പൊ എനിക്ക് തന്ന പോലെ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വളരെ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. പറ്റാവുന്ന രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അതിൻ്റെതായ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.